ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS ആണ്. നമ്മുടെ EVSലെ 3ാമത്തെ ചാപ്റ്റർ വാട്ടർ ആൻഡ് സോയിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ 2 യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകൾ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. അപ്പോൾ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 2 പാർട്ടിയും ക്ലാസ്സുകൾ കാണുക. അതിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ, വാട്ടർ ആൻഡ് സോയിൽ എന്ന ചാപ്റ്ററിൻ്റെ. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്, 3ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ് ഇതാണ്. വാട്ടർ ആൻഡ് സോയിൽ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം നമുക്ക് ആദ്യം റീഡ് ചെയ്യാം. ഇവിടെ ചെറിയ ഒരു എന്താ ചിത്രത്തിൽ കാണുന്നത്, മഴ പെയ്യാണ് അല്ലേ, മഴ പെയ്യാണ്, കുറേ കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാദ്യം റീഡ് ചെയ്യാം. Kuttan and friends started their game, and then came the rain drizzling. The sky darkened and lightning flashed. Kuttan and friends ran to their homes. Little rain, fresh rain, pitter-patter sounds. Then it became mighty rain. The rain stopped and the clouds vanished. The soil cooled and flowers bloomed. Kuttan joined his friends to play and had enough fun. തക്കത്തിമിത്തോം. അതായത് കുട്ടനും ഫ്രണ്ട്സും കളിക്കായിരുന്നു. അപ്പോൾ ആര് വന്നു, മഴ പെയ്തപ്പോൾ കുട്ടനും ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് പോയി. മഴ പെയ്ത് കഴിഞ്ഞതും എന്താണ്, നല്ല തണുപ്പും അതുപോലെ തന്നെ പൂക്കളുടെ മേലെ പൂക്കളൊക്കെ വിടർന്നിരിക്കുന്നു. എല്ലാവിടെയും എന്താണ്, മഴത്തുള്ളികളാണ് അല്ലേ. മഴ പെയ്താൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ നോക്കൂ, ഈ ട്രീയും അതുപോലെ ഈ ബേർഡും പ്ലാന്റൊക്കെ എന്താ പറയുന്നത് നോക്കിക്കേ. ട്രീ എന്താ പറയണത്, വാച്ചിങ് raindrops falling on my leaves and scattering is a fun indeed. അപ്പം എന്താ പറയുക, മഴ പെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മേലെ വന്ന് വീഴുന്ന വെള്ളത്തുള്ളികളൊക്കെ കാണാൻ നല്ല രസമാണ് പറയുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, എന്താണ് ബേർഡ് എന്താ പറയണത്, I did not get wet in the rain because I was in this hole of the tree. It's very cold out here. എന്താ പറയണത്, ഞാൻ നനയില്ല, ഞാൻ ഈ പൊത്തിലായതുകൊണ്ട് നനയില്ല, പക്ഷെ നല്ല തണുപ്പാണ് ഇവിടെ. ഇപ്പം പ്ലാന്റ് എന്താ പറയണത്, ദ സോയിൽ ഇസ് വെറ്റ് ആൻഡ് ഡ്രഞ്ച്ഡ്. മണ്ണ് നനഞ്ഞ് കുതിർന്നു. ഐ വിൽ നൗ ഹാവ് ന്യൂ ഷൂട്ട്സ് കമ്മിങ്. ഇനി എന്നിൽ നിന്ന് പുതിയ മുളകൾ പൊട്ടി വരും, പുതിയ നാമ്പുകൾ ഉണ്ടാവുമെന്ന് പ്ലാന്റ് പറയുകയാണ്. ബന്ധപ്പെടുത്ത നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദ റെയിൻ. അതായത് മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക. വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദ റെയിൻ. റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. നമ്മുടെ ബുക്കിൽ എഴുതാനാണ് പറയുന്നത്. അതായത് മഴ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. We feel cold. Water bodies like wells, canals, ponds, rivers, etc. fill up. Grass sprouts in the yard. Plants and trees sprout. Cultivation begin. Pits and low level are filled with water. Soil drains away. Mayflies rise from soil. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. നല്ല തണുപ്പായിരിക്കും. വി ഫീൽ കോൾഡ്. വാട്ടർ ബോഡീസ് ലൈക്ക് വെൽസ്, കനാൽസ്, പോൺസ്, റിവേഴ്സ് എക്സെട്ര ഫിൽ അപ്പ്. അതുപോലെ തന്നെ എന്താണ്, ജലസ്രോതസ്സുകൾ, വാട്ടർ റിസോഴ്സസ് എല്ലാം തന്നെ നിറയും. ഗ്രാസ് സ്പ്രൗട്ട് ഇൻ ദ യാർഡ്. അതുപോലെ തന്നെ നിറയെ പുല്ലുകളൊക്കെ മുളയ്ക്കും. പ്ലാന്റ്സ് ആൻഡ് ട്രീസ് സ്പ്രൗട്ട്. അതുപോലെ എന്താണ്, ചെടികളൊക്കെ പുതിയ മുളകൾ അല്ലെങ്കിൽ പുതിയ ഇലകളെല്ലാം ഉണ്ടാവും. പുതിയ മുളകളൊക്കെ വരും. കൾട്ടിവേഷൻ ബിങ്, കൃഷി തുടങ്ങും. പിറ്റ്സ് ആൻഡ് ലോ ലെവൽസ് ആർ ഫിൽ വിത്ത് വാട്ടർ. അതുപോലെ എന്താണ്, കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. സോയിൽ ഡ്രെയിൻസ് വെച്ചാൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നല്ല ശക്തമായ മഴയൊക്കെ ആണെങ്കിൽ മണ്ണൊക്കെ ഒലിച്ചു പോകും. പിന്നെ ലാസ്റ്റ് വൺ നോക്കൂ, മെയ് ഫ്ലൈസ് റൈസ് ഫ്രം ദ സോയിൽ. മെയ് ഫ്ലൈസ് എന്ന് വെച്ചാൽ ഈ മഴയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് കുറേ ഒരു ചെറിയൊരു തുമ്പി പോലത്തെ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൂട്ടത്തോടെ ആയിരിക്കും, ഒറ്റയ്ക്കായിരിക്കില്ല, കൂട്ടത്തോടെ ഒരു പ്രാണിയാണ് കേട്ടോ അത്. ആ പ്രാണിയാണ് കൂട്ടത്തോടെ മണ്ണിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടാവും. ആണ് മെയ് ഫ്ലൈസ് എന്ന് പറയുന്നത്. ഡസ് ഇറ്റ് റെയിൻ ഓൾ ദ ടൈം ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എല്ലാ സമയത്തും മഴ ഉണ്ടാവുമോ? പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ എല്ലാ മാസവും 12 മാസവും മഴയാണോ? അല്ലെ, ചില മാസങ്ങളിലാണ് മഴ. ഇൻ വിച്ച് മന്ത്സ് ഡു വി ഗെറ്റ് റെയിൻ. ഏതൊക്കെ മാസങ്ങളാണ് നമുക്ക് മഴ കിട്ടുന്നത്? അപ്പോൾ ഏതൊക്കെ മാസങ്ങളാണ്? കാലവർഷം, അതായത് ഇടവപ്പാതി എന്ന് പറയും. ഫ്രം ജൂൺ ടു സെപ്റ്റംബർ. ആൻഡ് ദ തുലാവർഷം ഫ്രം ഒക്ടോബർ ടു നവംബർ. അപ്പം നമുക്ക് നല്ല മഴ കിട്ടുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ജൂൺ ടു സെപ്റ്റംബറും പിന്നെ ഒക്ടോബർ ടു നവംബറുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നല്ല മഴ കിട്ടുന്നത്. പക്ഷെ രണ്ട് പേരിലാണ് നമ്മൾ പറയുക. ഒന്ന് തുലാവർഷം, ഒന്ന് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നാണ് പറയുക കേട്ടോ. അടുത്ത് നമുക്ക് 2 ന്യൂസ് പേപ്പറിന്റെ ഹെഡ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സീ ദ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് അബൌട്ട് ദ റെയിൻഫോൾ ഇൻ ദ മന്ത് ഓഫ് ജൂൺ ഇൻ കേരളം. 2 ന്യൂസ് പേപ്പർ ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട്. ആൻഡ് സെക്കൻഡ് വൺ, സിവിയർ ഡിക്രീസ് ഇൻ റെയിൻഫോൾ ഇൻ ദ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. ഒന്നാമത്തെ എന്താണ്, കോഴിക്കോട് ജില്ലയിലെ ശക്തമായ മഴ. രണ്ടാമത് എന്താണ്, തിരുവനന്തപുരം ജില്ലയിൽ എന്താണ്, മഴ കുറഞ്ഞു.
രണ്ട് വാർത്തയാണ് അല്ലേ. രണ്ട് ജില്ലകളും എന്താണ് കേരളത്തിൽ തന്നെയുമാണ്, പക്ഷെ രണ്ടിടത്തും രണ്ട് രീതിയിലാണ് മഴ പെയ്തിരിക്കുന്നത്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് ഇൻ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ? ക്യാൻ വി മെഷർ ദ റെയിൻഫോൾ? വി ക്യാൻ സീ water in the empty vessels placed in the courtyard after the rainfall. The water in the vessel indicate the amount of the rainfall. Can we measure the water? Shall we make an instrument to measure rainfall? അപ്പോൾ നമുക്ക് മഴ അളക്കാനുള്ള ഒരു ഉപകരണം ഉണ്ടാക്കി നോക്കിയാലോ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉപകരണം, അതായത് മഴ അളക്കാനുള്ള ഒരു ഉപകരണം, വളരെ സിമ്പിളായിട്ട് മഴ അളക്കാനുള്ള ഒരു ഉപകരണത്തിന്റെ പേരാണ് റെയിൻ കേജ് എന്ന് പറയുന്നത് കേട്ടോ. റെയിൻ കേജ്. ദ റെയിൻ കേജ് ഇസ് എ സിമ്പിൾ ഇൻസ്ട്രുമെന്റ് ടു മെഷർ റെയിൻഫോൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഹൗ ക്യാൻ വി മേക്ക് ദിസ്? എങ്ങനെയാണ് റെയിൻ കേജ് ഉണ്ടാക്കുക? അതിനുള്ള ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാ? ഗ്ലാസ് ബോട്ടിൽ, ഫണൽ, സ്കെയിലുമാണ് ആവശ്യം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഹൗ ടു മേക്ക്? ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ കാണുന്ന പോലെ ഗ്ലാസ് ബോട്ടിലോട് ചേർന്ന് സ്കെയിൽ ഫിക്സ് ചെയ്ത് വെക്കുക. പ്ലേസ് ദ ഫണൽ ഓൺ ടോപ്പ് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ. ഗ്ലാസ് ബോട്ടിലിന് മേലെയായിട്ട് ഫണൽ വെച്ചു. ഫിക്സ് ദ ബോട്ടിൽ ഇൻ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. എന്നിട്ട് തുറസായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ ബോട്ടിൽ കൊണ്ട് വെക്കുക. നോട്ട് ഡൗൺ ദ വാട്ടർ ലെവൽ അറ്റ് ഫിക്സ്ഡ് ഇന്റർവൽ. എന്നിട്ട് ഓരോ ദിവസം ഒരു കൃത്യമായ ഒരു സമയത്ത് ഓരോ ദിവസങ്ങൾ പെയ്ത മഴയുടെ അളവ് നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. മേക്ക് എ റെയിൻ കേജ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ഫ്രണ്ട്സ് ആൻഡ് മെഷർ ദ റെയിൻഫോൾ ഈച്ച് ഡേ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. അപ്പോൾ ഓരോ ദിവസങ്ങളും നിങ്ങൾ ദിവസവും ആ ദിവസത്തെ മഴയുടെ അളവുമാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. മഴയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ അല്ലേ. Remember to note down the amount of rainfall received each day on the class bulletin board. അപ്പോൾ നമ്മൾ ഒരാഴ്ച നമ്മൾ നിരീക്ഷിക്കുന്നതെങ്കിൽ ആ ഒരാഴ്ച നമ്മൾ നിരീക്ഷിച്ച കാര്യങ്ങൾ ക്ലാസ്സിൽ നോട്ട് ചെയ്യാൻ പറയുകയാണ്. അതിലെ വിച്ച് ഡേ ഹാസ് ദ ഹയസ്റ്റ് റെയിൻഫോൾ, ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതെന്നും വിച്ച് ഡേ ഹാസ് എ ലോവസ്റ്റ് റെയിൻഫോൾ, ഏത് ദിവസമാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചതെന്നും ഈസ് ദർ എ ഡേ ദാറ്റ് ഡിഡ് നോട്ട് റിസീവ് റെയിൻ അറ്റ് ഓൾ. ഏതെങ്കിലും നിങ്ങൾ നിരീക്ഷിച്ച ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം മഴ ലഭിച്ചില്ലെങ്കിൽ ആ ദിവസം ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നിരീക്ഷിച്ചിട്ട് എഴുതേണ്ട കാര്യമാണ് കേട്ടോ. അടുത്തത് റെയിൻ കേജ് ഫോർ മീ. അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ വീട്ടിലേക്ക് ഒരു റെയിൻ കേജ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അതായത് ഇതുപോലെ നമ്മൾ എന്താണ് വീട്ടിൽ ഇതുപോലെ മഴ നിരീക്ഷിക്കാനുള്ള ഒരു റെയിൻ കേജ് ഉണ്ടാക്കി നോക്കുക. റൈറ്റ് ദി എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ് ഈച്ച് ഡേ ഇൻ യുവർ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. പ്രസന്റ് യുവർ ഫൈൻഡിങ്സ്. Where does the rain water go? അപ്പോൾ മഴ പെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ പെയ്ത മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? അതാണ് നമ്മൾ അടുത്ത പരീക്ഷണത്തിലൂടെ, അടുത്ത എക്സ്പെരിമെന്റിലൂടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അടുത്തായിട്ടൊരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. Where does the rain water go after the rainfall? മഴ വന്നതിന് ശേഷം മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? Let us do an activity. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. Picture 1, Picture 2. Picture 1. Fill dry soil in a plastic bottle. Make a hole at the bottom of it. Picture 2. Plastic bottle, water, needle. Use the objects in picture 2 to get rain into the soil in the bottle of picture 2. അതായത് രണ്ടാമത്തെ ചിത്രത്തിലെ വസ്തുക്കൾ ഉപയോഗിച്ച് ഒന്നാമത്തെ ചിത്രത്തിൽ എന്ത് ചെയ്യുക? മഴ പെയ്യിപ്പിക്കാനാണ് പറയുന്നത്. വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ വെൻ ഇറ്റ് ടച്ച് ദ സോയിൽ. അപ്പോൾ ആ വെള്ളം ഈ മണ്ണിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രസന്റ് യുവർ ഫൈൻഡിങ്സ്, റൈറ്റ് ദം ഇൻ യുവർ എൻവിറോൺമെന്റൽ സയൻസ് ഡയറി, ഡ്രോ പിക്ചേഴ്സ് ടു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് എക്സ്പെരിമെന്റ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പം നമുക്ക് ആ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം നമുക്ക് നെയിം ഓഫ് ദ എക്സ്പെരിമെന്റ് എഴുതണം. അതിനുശേഷം മെറ്റീരിയൽസ് നീഡഡ് എഴുതണം. അതിന് നെക്സ്റ്റ് എന്ത് എഴുതണം? എക്സ്പെരിമെന്റ് മെത്തേഡ് എഴുതുക. അടുത്തതായിട്ട് ഒബ്സർവേഷൻ എഴുതിയിട്ട് ലാസ്റ്റ് ആണ് എന്ത് എഴുതേണ്ടത്? കൺക്ലൂഷൻ എഴുതേണ്ടത്. അപ്പോൾ ഇതൊരു ഫോർമാറ്റ് ആണ് കേട്ടോ. എക്സാമിന് ഇതുപോലെ എക്സ്പെരിമെന്റ് ഒക്കെ എഴുതാൻ പറയുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ എഴുതിയാലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം? നെയിം ഓഫ് ദ എക്സ്പെരിമെന്റ് എഴുതാം. നെയിം ഓഫ് ദ എക്സ്പെരിമെന്റ്. വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോസ്? മെറ്റീരിയൽസ് നീഡഡ്. 2 plastic bottle, needle, dry soil, water. Experiment method. Drop a hole in the bottom of the first plastic bottle with a needle and fill it dry soil. Make a small hole in the sides of the second bottle and fill it with water and pour water into the first bottle as if it were raining. Observe what happened to the water that fell on soil. Observation. And the observation, water falling into a bottle filled with soil sinks into the soil. എന്താവുന്നു? മണ്ണിലേക്ക് ഇറങ്ങി പോകുന്നു അല്ലേ? മണ്ണിലേക്ക് താഴ്ന്നു പോകുന്നു. കൺക്ലൂഷൻ, ഡ്രൈ സോയിൽ ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ. അത് നമ്മൾ കണ്ടെത്തുന്ന കൺക്ലൂഷൻ എന്താണ്? ഡ്രൈ സോയിൽ, ഉണങ്ങിയ മണ്ണിന് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് മനസ്സിലായി.
അടുത്തത് വാട്ടർ സോഴ്സസ് ആണ് അടുത്ത ടോപ്പിക്. ഇവിടെ 3 കുട്ടികൾ എന്താ പറയുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റത്തെ കുട്ടി എന്താ പറയണത്, ഗേൾ എന്താ പറയണത്, ദ വെൽ ഇൻ മൈ ഹൗസ് ഇസ് ഫിൽഡ് വിത്ത് വാട്ടർ. എൻ്റെ വീട്ടിലെ കിണർ നിറഞ്ഞിരിക്കുകയാണ്, കിണറിൽ നിറയെ വെള്ളം ഉണ്ട് പറയാണ് അല്ലേ. അപ്പൊ ഇവിടെ നോക്കൂ, രണ്ടാമത്തെ കുട്ടി എന്താ പറയണത്, ഇൻ മൈ ഹൗസ് ദർ ഇസ് എ ബോർവെൽ. എൻ്റെ വീട്ടിലെ ബോർവെൽ എന്ന് വെച്ചാൽ എന്താ, നമ്മളെന്താ കുഴൽ കിണർ എന്ന് പറയും, മലയാളത്തിൽ കുഴൽ കിണർ എന്ന് പറയും. വി കനോട്ട് സീ ദ വാട്ടർ ലെവൽ ഇൻ ഇറ്റ്. അതിനുള്ളിൽ എത്ര വെള്ളമുണ്ട്, നമുക്ക് കിണറിൽ നമുക്ക് എത്ര വെള്ളമുണ്ട് നോക്കി കാണാൻ പറ്റില്ല, പക്ഷെ കുഴൽ കിണറിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. മൂന്നാമത്തെ ആൾ എന്താ പറയുന്നത്, ദ പോണ്ട് ഇൻ അവർ ഫാം ലാൻഡ് ഗീവ്സ് എസ് വാട്ടർ നീഡഡ് ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്. എൻ്റെ വീട്ടിൽ എന്തുണ്ട്, ഫാം ലാൻഡിലെ കൃഷിയിടത്തിലുള്ള കുളത്തിൽ നിന്നാണ് കൃഷിക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളവും എടുക്കുന്നതാണ് മൂന്നാമത്തെ ആള് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ആള് കിണറിൽ നിന്നും, രണ്ടാമത്തെ ആള് എവിടെ ബോർവെല്ലിൽ നിന്നും, മൂന്നാമത്തെ ആൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, കുളത്തുനിന്ന്, അതായത് പോണ്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് അല്ലേ. വേർ ഡു യു ഗെറ്റ് വാട്ടർ ഫോർ യുവർ ഹോംസ്. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളം എവിടെ നിന്നാണ് എടുക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ചിലർ ഇതുപോലെ വെല്ലാവാം, ബോർവെല്ലാവാം, പോണ്ട് ആവാം, ലേക്ക് ആവാം, ബാക്ക് വാട്ടർ, കനാൽ, സ്ട്രീം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളം എവിടെ നിന്നാണ് എടുക്കുന്നത് അതാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് സുരംഗ ആൻഡ് കേനി. വളരെ ഇമ്പോർട്ടൻ്റ്, എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. എക്സാമിന് ചോദിക്കുന്ന ഉറപ്പിച്ചോളൂ, എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ്, അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. സുരംഗ എന്താ, കേനി എന്താ? സുരംഗ എന്ന് വെച്ചാൽ ഫസ്റ്റ് ചിത്രത്തിൽ കാണുന്നതാണ്. സുരംഗ എന്ന് വെച്ചാൽ ദ മെത്തേഡ് ഓഫ് ബിൽഡിംഗ് ടണൽസ് ദാറ്റ് ആർ ജസ്റ്റ് ഇനഫ് ഫോർ എ പേഴ്സൺ ടു വാക്ക് ത്രൂ ആൻഡ് ടു ബ്രിങ് ഗ്രൗണ്ട് വാട്ടർ ഔട്ട്സൈഡ് ഈസ് കോൾഡ് സുരംഗ. അതായത് ഭൂഗർഭജലം എന്ന് പറയും കേട്ടോ. ഗ്രൗണ്ട് വാട്ടർ താഴെ പോയി ആ വെള്ളം മുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ടണലാണത്. അതിൽ ഒരാൾക്ക് മാത്രമേ അതിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ, അത്രയും ചെറുതായിരിക്കും. അങ്ങനെയുള്ള ഒരു മെത്തേഡ്, അതാണ് സുരംഗ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് ഹാസ് ബിൻ യൂസ്ഡ് ഫോർ ഏജസ് ടു കളക്ട് വാട്ടർ ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് ആൻഡ് സം പാർട്സ് ഓഫ് കർണാടക. ഇപ്പോഴും അത് കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ കർണാടകയിലും ഇപ്പോഴും അത് എന്താണ്, സുരംഗം ഉണ്ട്. അടുത്തതായിട്ടുള്ളത് കേനിയാണ് കേട്ടോ. ദ വേർഡ് കേനി മീൻസ് വെൽ. കേനി എന്ന വാക്കിന്റെ അർത്ഥം കിണറാണ്, വെല്ലാണ്. കേനി ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിങ് ഹോളോഡ് വുഡ് ഓഫ് ലാർജ് ട്രീസ് ഇൻ ടു ദ എർത്ത്. അതായത് എന്താണ്, വലിയ മരത്തടികളില്ലേ, അതായത് മരത്തടികൾ ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്, കേനി. അങ്ങനെ ഭൂമിയിലേക്ക് താഴ്ത്തിയിട്ടാണ് നമ്മുടെ കിണർ പോലെ ഉണ്ടാക്കുന്നത്. ആൻഡ് കേനി ഈസ് ഓൺലി ഡീപ്പ് ഇനഫ് ഫോർ ടേക്കിംഗ് വാട്ടർ വിത്ത് വെസൽസ് ഡയറക്ട്ലി. ഒരുപാട് ആഴമൊന്നും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ബൈ മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ കേരള. ഇപ്പോഴും കേരളത്തിലെ പല ട്രൈബൽ ഗ്രൂപ്പ്സും ആദിവാസി ഗ്രൂപ്പ്സും ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്, കേനി എന്ന് പറയുന്നത്. ഇതാണ് സുരംഗയും കേനിയും. അടുത്തത് വാട്ടർ ഫോർ ലൈഫ്. അപ്പം നമ്മൾ ഇനി മറ്റ് ജീവജാലങ്ങൾക്ക് എന്തൊക്കെയാണ് വാട്ടർ കൊണ്ടുള്ള ഉപയോഗം എന്നാണ് അടുത്തത് പഠിക്കുന്നത് കേട്ടോ. ഒബ്സർവ് ദ പിക്ചർ. ദീസ് ക്രിയേച്ചേഴ്സ് യൂസ് വാട്ടർ ഇൻ ദ പോണ്ട് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. വാട്ട് ആർ ദി? ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന ജീവികൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പോണ്ടിലുള്ള വാട്ടർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ ക്രിയേച്ചേഴ്സിന്റെ പേര് എഴുതുക, ഇവിടെ യൂസ് ഓഫ് വാട്ടർ എഴുതുക. ഫസ്റ്റ് ക്രിയേച്ചർ ഫിഷ് ആണ്. ഫിഷിന് വാട്ടർ കൊണ്ട് യൂസ് എന്താണ്? ഫോർ ലിവിങ്, ജീവിക്കാൻ വേണ്ടി. അടുത്തത് എലിഫന്റ് ആണ്. എലിഫന്റിന് എന്തിനാണ് വാട്ടർ? ഫോർ ഡ്രിങ്ക് ആൻഡ് ബാത്ത്, കുളിക്കാനും കുടിക്കാനും വേണ്ടി. അടുത്തത് ക്രെയിൻ എന്ന് വെച്ചാൽ കൊക്കിന് എന്തിനാ? ഫോർ ഗ്യാദർ ഫുഡ്. ഫിഷ് എവിടെയാണ്? കുളത്തിലാണ് അല്ലേ. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടാണ് ക്രെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്തത് ക്രൊക്കഡൈൽ എന്ന് വെച്ചാൽ മുതല എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫോർ ലിവിങ്, ജീവിക്കാൻ. അതിൽ വെള്ളത്തിലാണല്ലോ മുതല ജീവിക്കുന്നത്. അടുത്തത് ഡിയർ. മാനോ? ഫോർ ഡ്രിങ്ക് ആൻഡ് ബാത്ത്. ടൈഗർ ഫോർ ഡ്രിങ്ക് ആൻഡ് ബാത്ത്. പ്രസന്റ് യുവർ ഫൈൻഡ്സ്. വാട്ട് പർപ്പസ് ഡു വി യൂസ് വാട്ടർ ഫോർ? നമ്മൾ എന്തിനൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുക മനുഷ്യർ? ഫോർ ഡ്രിങ്കിങ്, ബാത്തിങ്, വാഷിംഗ് ക്ലോത്ത്സ്, ഫോർ ഗിവിംഗ് ബാത്ത് ടു ഡൊമസ്റ്റിക് അനിമൽസ്. അങ്ങനെ പല പർപ്പസിന് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അടുത്തത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഫസ്റ്റ് കാണുന്ന പിക്ചർ നോക്കൂ. എന്താണെന്ന് ചിത്രം കാണുമ്പോൾ മനസ്സിലാവുന്നത്? വറ്റി വരണ്ട ഭൂമിയാണ് അല്ലേ. ചെടികളൊക്കെ വറ്റി വരണ്ടിരിക്കുന്നു. ഒരൊറ്റ പൈപ്പേ ഉള്ളൂ. ആ പൈപ്പിന് ചുവട്ടിലുള്ള വെള്ളത്തിനായിട്ട് നീണ്ട ക്യൂ തന്നെയുണ്ട് അല്ലേ. വെള്ളത്തിനായിട്ട് ജീവികൾ കാത്തു നിൽക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ എന്താണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടെ ചോദ്യം. വാട്ട് വിൽ ഹാപ്പൻ to human beings and other living things if they do not get enough water? Discuss and write. അതായത് എന്ത് സംഭവിക്കും ആവശ്യത്തിനുള്ള വെള്ളം ലഭിച്ചില്ലെങ്കിൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും എന്താണ് സംഭവിക്കുക എന്നാണ് ഇവിടുത്തെ ചോദ്യം. എന്ത് സംഭവിക്കും? ഷോർട്ടേജ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാവും. ഫീൽ റിവർ വെൽസ് ആൻഡ് പോണ്ട്സ് ഡ്രൈ അപ്പ്. എന്താണ്? എല്ലാ കുളങ്ങളും ജലസ്രോതസ്സുകളൊക്കെ വറ്റി വരളും. വാട്ടർ സ്കേഴ്സിറ്റി, അതായത് ജലക്ഷാമം ഉണ്ടാവാൻ തുടങ്ങും.
ആർക്കും തന്നെ ജീവിക്കാൻ സാധിക്കില്ല അല്ലെ. പിന്നീട് അങ്ങനെ വെള്ളമില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. അടുത്ത ടോപ്പിക്, പ്ലീസ് ഡോണ്ട് വേസ്റ്റ്. പലയിടങ്ങളിൽ ഇപ്പോഴും ജലക്ഷാമങ്ങൾ, പ്രത്യേകിച്ച് വേനൽക്കാലങ്ങൾ സമയങ്ങളിൽ ഒരുപാട് ജലക്ഷാമങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. എന്നാലും നമ്മൾ ഒരുപാട് പേര് ജലം വേസ്റ്റ് ചെയ്യുന്ന കൂട്ടരായിരിക്കും അല്ലെ. ജലം ആവശ്യമില്ലാതെ പാഴാക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ഒരുപാട് പേരുണ്ടാവും അല്ലേ. നിങ്ങൾ പലരും ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെ. അങ്ങനെ വെള്ളം പാഴാക്കരുത്. അതുപോലെ നിങ്ങൾ പാഴാക്കുന്നവരുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. വെള്ളം പാഴാക്കുന്നത് കൺട്രോൾ ചെയ്യുക. അങ്ങനെ വെള്ളം എന്ത് ചെയ്യരുത്, പാഴാക്കരുത്. വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ധാരാളം വെള്ളം കിട്ടുന്നുണ്ടെന്ന് കരുതിയിട്ട് ചുമ്മാ അങ്ങോട്ട് നമ്മൾ എന്ത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഇവിടെ എന്താ, പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പാഴാവുകയാണ് അല്ലേ. വാട്ടർ പൈപ്പ് ബേർസ്റ്റഡ് ഇൻ ദ സിറ്റി റോഡ് ഫിൽഡ് വിത്ത് വാട്ടർ. വെള്ളം പൈപ്പ് പൊട്ടിയിട്ട് റോഡിലെല്ലാം വെള്ളം നിറഞ്ഞു എന്നാണ് ഇവിടെ വാർത്ത. വി ഹാവ് സീൻ ന്യൂസ് ഹെഡ്ലൈൻസ് ലൈക്ക് ദിസ് ഹാവ്. ഇപ്പം ഇതുപോലെയുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. റൈറ്റ് ഡൗൺ എ ഫ്യൂ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഇസ് വേസ്റ്റ്. അപ്പോൾ ഇതുപോലെ വെള്ളം പാഴാവുന്ന കുറച്ച് സിറ്റുവേഷൻസ് എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെ എഴുതാം? ലീവിങ് ദ ടാപ്പ് ഓപ്പൺ ബൈ ബ്രഷിംഗ് ടീത്ത്. പല്ല് തേക്കുമ്പോൾ ചുമ്മാ പൈപ്പിന്റെ ടാപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിടുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. അത് എന്താണ്, വെള്ളം പാഴാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അടുത്തത് ടാങ്ക് ഓവർഫ്ലോയിങ്, ടാങ്ക് നിറഞ്ഞു പോകുന്നത്. അടുത്തത് വാട്ടർ ഈസ് വേസ്റ്റഡ് വൈൽ വാഷിംഗ് വെഹിക്കിൾ. അതുപോലെ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് വാട്ടർ ഒരുപാട് വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്താണ്, വാട്ടർ വേസ്റ്റ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആണ്. വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ. വെള്ളം പാഴാവുന്നത് നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നിർത്താൻ പറ്റും? ഡോണ്ട് ലീവ് ടാപ്സ് ഓപ്പൺ കെയർലെസ്ലി. ശ്രദ്ധിക്കാതെ ടാപ്പ് എന്ത് ചെയ്യരുത്, ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പോകരുത്. ടേക്ക് വാട്ടർ ഇൻ എ ബക്കറ്റ് വൈൽ യു ആർ ബാത്തിങ്. കുളിക്കുന്നതിന് മുമ്പ് ആവശ്യമുള്ള വെള്ളം പിടിച്ചു വെച്ചിട്ട് കുളിക്കുക. ആവശ്യമുള്ള പൈപ്പ് ഓപ്പൺ ചെയ്തിടരുത്. അവോയ്ഡ് ഓവർഫ്ലോയിങ് ഓഫ് വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്ക് ഓവർഫ്ലോ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. നെവർ യൂസ് ടാപ്പ് വാട്ടർ ഡയറക്ട്ലി ടു വാഷ് വെസൽ. പാത്രം കഴുകാൻ വേണ്ടി ഡയറക്റ്റ് ചുമ്മാ നമ്മൾ പൈപ്പ് ഓൺ ചെയ്തിട്ട് പാത്രം കഴുകിക്കൊണ്ടേയിരിക്കില്ല. അങ്ങനെ ചെയ്യാതെ ആവശ്യമുള്ള വെള്ളം പിടിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, വെസൽസ് ക്ലീൻ ചെയ്യുക, പാത്രങ്ങൾ ക്ലീൻ ചെയ്യുക. അവോയ്ഡ് ലെവലിംഗ് അപ്പ് പാഡി ഫീൽഡ്. അതുപോലെ പാഡി ഫീൽഡെല്ലാം എന്താണ്, നമ്മൾ വയലുകളൊക്കെ നികത്തുന്നതെല്ലാം ഒഴിവാക്കുക. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളം പാഴാക്കുന്നത് നമുക്ക് തടയാൻ പറ്റും. അടുത്തത് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആണ്. എന്താണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്ന് വെച്ചാൽ, വാട്ടർ പ്യൂരിഫയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പലരും കണ്ടിട്ടുണ്ടാവും. വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു ഉപകരണം വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് റെയിൻ വാട്ടർ എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹൗ ഡസ് ദ മഡി റെയിൻ വാട്ടർ ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ച് ദ വെൽ. അപ്പോൾ ഈ മഴവെള്ളം കിണറിലെത്തുന്ന സമയത്ത് നല്ല തെളിഞ്ഞ വെള്ളമാവും അല്ലേ. അതെങ്ങനെയാണ് ചളി വെള്ളം പോയിട്ട് കിണറിലെത്തുന്ന സമയത്ത് അത് തെളിഞ്ഞ വെള്ളമാവുന്നത് നമുക്ക് നോക്കാം. അതിന് കാരണം എന്താണെന്നാണ് ഇവിടെ കാണുന്ന ബോക്സിലുള്ളത്. എ പാർട്ട് ഓഫ് ദ റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എന്താണ് റെയിൻ വാട്ടർ എന്ത് ചെയ്യും, മണ്ണിലോട്ട് അരിച്ചിറങ്ങും, മണ്ണിലോട്ട് ഇറങ്ങി ചെല്ലും. ഇറ്റ് ഫിൽട്ടർ ഡൗൺ ത്രൂ ദ സോയിൽ. ദിസ് ബിക്കം ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റീച്ച് ദ വെൽ ആൻഡ് അതർ വാട്ടർ സോഴ്സസ്. അപ്പോൾ ഇതാണ് ഈ അരിച്ചിറങ്ങുന്ന വെള്ളം എങ്ങോട്ടാണ് പോകുന്നത്, കിണറിലേക്കും അതുപോലെയുള്ള വാട്ടർ സോഴ്സുകളിലോട്ടും പോകുന്നു. ദ വാട്ടർ ബിക്കം ക്ലിയർ വെൻ ഇറ്റ് ഫിൽട്ടർ ഡൗൺ ത്രൂ ദ സോയിൽ. അപ്പം മണ്ണിലൂടെ ഇറങ്ങി ചെല്ലുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അതായത് മണ്ണിൻ്റെ ഉള്ളിലോട്ട് അരിച്ചിറങ്ങുന്നത് കൊണ്ടാണ് മഴവെള്ളം, ചളി നിറഞ്ഞ മഴവെള്ളം കിണറുകളിലൊക്കെ എത്തുമ്പോഴും അതെന്താവുന്നത്, തെളിഞ്ഞ വെള്ളമാവുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലാസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചാപ്റ്ററിന് സെക്കൻഡ് പാർട്ടിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്